യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ആന്തരിക സൗഖ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ 28ാമത്തെ ഞായറാഴ്ച ഇന്ന് ഏറെ അർത്ഥസമ്പുഷ്ടമായ തിരുവചനങ്ങളിലൂടെ തിരുസഭ നമ്മെ ഒരു ആന്തരിക സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ ആദ്യ വായനയിൽ നാം കാണുന്നത് ദൈവമായ കർത്താവ് നാമാനെ ഒരു ശിശുവിൻ്റെ ശരീരമെന്ന പോലെ കുഷ്ഠരോഗത്തിൽ നിന്ന് മുക്തനാക്കി ഒരു സാക്ഷിയായി നൽകി. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവിനല്ലാതെ മറ്റാരെയും ഇനി ആരാധിക്കില്ല എന്ന് അവൻ ഉറപ്പ് നൽകി. കാരണം ആർക്കും നൽകാൻ കഴിയാത്ത സൗഖ്യം ദൈവത്തിൽ നിന്ന്, ഇസ്രായേലിൻ്റെ പരിശുദ്ധിൽ നിന്ന് അവൻ അനുഭവിച്ചറിഞ്ഞു. ഇന്നത്തെ സുവിശേഷം 10 കുഷ്ഠരോഗികൾ യേശുവിനെ സമീപിച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമെന്ന് യാചിച്ചപ്പോൾ യേശു പറയുന്നു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർ കാണിച്ചു കൊടുക്കുക, മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. ഒരു വീണ്ടെടുപ്പിൻ്റെ ബലമാണ് ക്രിസ്തു അവർക്ക് നൽകിയത്. എല്ലാവരും തിരികെ പോയി എല്ലാവരും സൗഖ്യമുള്ളവരായി തീർന്നു ആ നിമിഷം തന്നെ. എന്നാൽ താൻ സൗഖ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് വിജാതീയനായ ഒരുവൻ മാത്രം തിരികെ വന്നു. യേശു ചോദിച്ച ചോദ്യമുണ്ട്, 10 പേരല്ലേ സൗഖ്യം പ്രാപിച്ചത്, 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലല്ലോ. പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റെല്ലാവരും ശാരീരിക സൗഖ്യം മാത്രം പ്രാപിച്ചപ്പോൾ തിരികെ വന്ന രോഗിയായ മനുഷ്യൻ ഒരു ആന്തരികവും ആധ്യാത്മികവുമായ സൗഖ്യം കൂടി സ്വന്തമാക്കി പരിപൂർണ വിടുതൽ ഉള്ള വ്യക്തിയായി മാറി. നാം ദൈവത്തോട് എപ്പോഴും നന്ദിയുള്ളവരാകുമ്പോൾ നമ്മൾ അനുഗ്രഹീതരാകും എന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമ പുസ്തകത്തിൽ ലേവിയുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ കുഷ്ഠരോഗി പലതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണെന്ന് നമ്മൾ കാണും. അവൻ ദേവാലയ കർമ്മങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവനാണ്. അവൻ സാമൂഹിക അകലം പാലിക്കണം. അവൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം. മേൽചുണ്ട് മറയ്ക്കണം. അവൻ പാളയത്തിന് വെളിയിൽ താമസിക്കണം. അവനെ ദൈവത്താൽ ശപിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് അവർ കണ്ടിരുന്നത്. മാരക പാപങ്ങൾ ചെയ്തതിനുള്ള ശിക്ഷയായി അവർ കണ്ടിരുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോസസിനെ എതിർത്ത് സംസാരിച്ച മിറിയാം, മോസസിന്റെ തന്നെ സഹോദരി, കുഷ്ഠരോഗിയായി മാറുന്നു. ഒരു ശാപത്തിന്റെ അടയാളമായിട്ടാണ് ബൈബിളിൽ നമ്മളത് കാണുക. ഉസിയ രാജാവ് അന്യദൈവങ്ങൾക്ക് ബലിയർപ്പിച്ചപ്പോൾ കുഷ്ഠരോഗിയായി മാറുന്നത് 2 രാജാക്കന്മാർ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ക്രിസ്തു കുഷ്ഠരോഗികളോട് കാണിക്കുന്ന അനുകമ്പ ശ്രദ്ധായകമാണ്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിലും മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും കർത്താവ് അനുകമ്പയോടെ അവരെ നോക്കുകയും സ്നേഹസ്പർശനത്തിലൂടെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് നിലവിളിച്ചപ്പോൾ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തൊട്ട ശേഷം ആരും തൊട്ടിട്ടില്ലാത്ത കുഷ്ഠരോഗിയെ തൻ്റെ കൃപയുടെ കരം നീട്ടി തൊട്ട് സൗഖ്യപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ സൗഖ്യം വീണ്ടെടുപ്പാണ് എന്ന് ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. വിശ്വാസവും അനുസരണവും വഴി സൗഖ്യത്തിൻ്റെ ആത്മീയത അനുഭവിക്കുവാൻ അവർക്ക് സാധ്യമാകുന്നു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന സംഭവങ്ങളിലൂടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണമെന്നും അനുസരിച്ചാൽ അനുഗ്രഹം ഉറപ്പാണെന്നും ക്രിസ്തു നൽകുന്ന രക്ഷയുടെ സൗഖ്യം സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്നും ആരെയും പാപിയായി ചിത്രീകരിക്കരുതെന്നും സുവിശേഷം ഓർപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ കരുണയും വീണ്ടെടുപ്പും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മൾ നന്ദി പറയുവാൻ, തിരികെ ക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരികെ നടക്കാൻ സുവിശേഷം ഇന്ന് നമ്മയും പ്രേരിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ച നിരവധി നന്മകൾക്ക് നന്ദി നിറഞ്ഞ മനസ്സോടെ ബലിവേദിയിൽ നമ്മെ സമർപ്പിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.